അപ്പോൾ ഇന്ന് വിഷുവിന് സ്പെഷ്യൽ മാമ്പഴ പായസം ആയാലോ? അതിന് വേണ്ടത് കുറച്ച് മാമ്പഴം കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഏലക്ക, മുന്തിരി, പഞ്ചസാര, ചൗവരി, മിൽക്ക് മെയ്ഡ്, നെയ്യ്, പാല്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് നെയ്ക്കകത്തിട്ട് വറുത്ത് പോരാം. പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നെയ്യ് ഒഴിക്കാം. ഇത്രയും മതി, അവരവരുടെ ആവശ്യത്തിന് അനുസരണം ഒഴിച്ചാൽ മതി. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പം നമുക്ക് ആവശ്യത്തിന് ചൗവരി ചേർത്ത് കൊടുക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാനും വേണ്ടി ഇത്രത്തോളം ചൗവരി എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇത്രയൊന്നും വേണ്ട, ഒരു 2-2.5-3 സ്പൂൺ മതി, ടേബിൾ സ്പൂൺ മതി. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ആ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് 2.5 സ്പൂൺ മതി. ഒന്ന് ഇളക്കി നമുക്കതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി കോരി മാറ്റി വെച്ചേക്കാം. ഈ ചൗവരി ഒന്ന് വറുത്ത് കോരിയാലേ ഇത് പെട്ടെന്ന് വേവത്തോളൂ, വെന്ത് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നത്. കോരി മാറ്റിയേക്കാവേ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മുന്തിരി വറുത്തെടുക്കാം. കുറച്ച് തീ കൂടിപ്പോയി, ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് മുന്തിരി ഇട്ടാൽ മതി, കുറച്ച് അധികം ഇനി ആവണ്ട. ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഞാൻ മാറ്റി വെച്ചു, എടുത്തതൊക്കെ ഇട്ടില്ല. അപ്പോഴത്തേക്ക് അതൊന്ന് ജസ്റ്റ് കരിയാറായി, പക്ഷെ കരിഞ്ഞില്ല എന്തൊക്കെയല്ലേ എൻ്റെ ഭാഗ്യത്തിന്. തീ കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഞാനതൊന്ന് ഫ്ലെയിം അങ്ങ് ഓഫാക്കി. ഇനി അതിലേക്ക് തന്നെ അടുത്തത് അണ്ടിപ്പരിപ്പ്, പിന്നെ മാങ്ങ, നമ്മൾ ചെത്തി വെച്ചിട്ടുള്ള മാങ്ങയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നിങ്ങൾക്ക് അരിയണമെന്നില്ല. ഇത് ഇച്ചിരി കൂടിപ്പോയി അരിഞ്ഞത്, അതായത് സൈസ് കൂടിപ്പോയി. ഇച്ചിരിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നെയ്ക്കകത്തിട്ട് വരട്ടുന്നതായിരിക്കും നല്ലത്, ഒന്നും കൂടി നല്ലത്. ഇനി പാൻ വെക്കാം, നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാവേ. അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പെട്ടെന്ന് അടുക്കി പിടിക്കുന്നത് പായസമൊക്കെ അങ്ങനെയാണ്. ഇതിന് നമ്മുടെ പാൽ പായസം വെക്കുന്ന പോലെ തന്നെ. അതിലേക്ക് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ വറുത്ത് കോരി വെച്ചേക്കുന്ന ചൗവരി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ മാങ്ങ, നമ്മളെ മറ്റേ വഴറ്റി വെച്ചേക്കുന്ന മാങ്ങയും കൂടി അതിലേക്ക്, നെയ്യും വഴറ്റി വെച്ച ബാലൻസ് ഉണ്ടായിരുന്ന നെയ്യും കൂടി ഞാൻ അതിനകത്ത് ഒഴിച്ചായിരുന്നു. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ആദ്യം തന്നെ മാങ്ങ ചേർക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ട് വെന്ത പാലും ഒക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങ് സെറ്റായി കുറുകി കിട്ടും. ആദ്യം തന്നെ നമ്മൾ ചവരയോടൊപ്പം തന്നെ മാങ്ങ ഇട്ടത്. പിന്നെ പഞ്ചസാര, ആവശ്യത്തിന് ഷുഗർ.
നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ അളവൊന്നും പറയുന്നില്ല. നമ്മുടെ അപ്പുകുട്ടൻ എന്തുവാ ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എനിക്ക് ഇച്ചിരി മധുരം കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചേർക്കുന്നു. മിൽക്ക് മെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാക്കിയുള്ള കാഷ്യൂ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക ഇതെല്ലാം വറുത്ത് വെച്ചേക്കുന്നത് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏലക്ക ഒന്ന് ചതച്ചായിട്ട് ഇട്ടേക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ ആ മാങ്ങയൊക്കെ ഒന്ന് കൊഴുപ്പ് നല്ല കുറുകി വന്നില്ലേ, ഒരു ചെറിയ കളറ്. മാമ്പഴ പായസം റെഡി. ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് കൊടുത്ത് നോക്കണേ.